വെളിയിൽ ഞാനൊരു ചരുവിൻ്റെ സൈഡിൽ കൊണ്ടിരുന്നത് ഇപ്പോൾ ഫുള്ള് വെള്ളം വീഴുന്നു കേട്ടോ. എവിടെ നിന്നൊരു പിടുത്തമില്ല. ടയറൊന്ന് റൊട്ടേറ്റ് ചെയ്ത് തരണം എല്ലാ ടയറും, എന്നിട്ട് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ സൈഡിൽ കൂടെ വെള്ളം. നമ്മൾ ടയറെല്ലാം എടുത്ത് തിരിച്ചിട്ട് ഞാനിപ്പോൾ ഉള്ള SR ടയേഴ്സിലാണ്. SR ടയേഴ്സിൽ ഞാൻ പണ്ടേ വരുന്നതാണ്. കാര്യം അവിടെ കടയ്ക്ക് വളരെ എളുപ്പമാണ്. അതിനൊക്കെ നല്ല അടിപൊളിയാണ്. പുള്ളിയൊക്കെ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൽ ബ്ലാക്ക് ടിൻറ്റ് ചെയ്യണം. ഈ രണ്ട് അതാ പറഞ്ഞത്, അതിൽ ബ്ലാക്ക് ടിൻറ്റ് ചെയ്യണം. അപ്പോൾ അടിപൊളിയാവും. പിന്നെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി വന്നതാണ്. ഇതൊക്കെ മാഞ്ഞു പോയി. മിസ്യൂഷി ലോഗോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നാളെ മാറിയിട്ട് അലോയ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. അലോയ് ഇട്ടാൽ ലുക്കാണ്, പക്ഷേ എനിക്ക് താല്പര്യമില്ല. കാര്യം അലോയ് മാറ്റിയിട്ട് അലോയുടെ സെയിം സൈസിലുള്ള ഇപ്പം വീൽ കപ്പുകൾ വരുന്നുണ്ട്. നല്ലൊരു വീൽ കപ്പ് മേടിച്ചിട്ട് നല്ല പൊളി ലുക്കായി. ഇപ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അലോയ്മെൻറ്റ് ചെയ്യുക. ഇപ്പം ടയർ 4 എടുത്ത് തിരിച്ചിട്ടു. ഇനി അലൈൻമെൻറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇതുപോലൊരു സംഭവം കൊണ്ട് വയ്ക്കും. എന്നിട്ട് ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കാണ്. ഇനി ആ സിസ്റ്റത്തിൽ നോക്കിയിട്ട് അതിൽ ഡിഫറൻറ്റ് കാണിക്കുന്നത് താഴെ പോയിട്ട് നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇതുണ്ടല്ലോ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. മുമ്പ് ഇവിടെ എല്ലാ പാർട്സ് കാര്യങ്ങൾ നമ്മൾ ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇപ്പോൾ ഫുള്ള് ടയർ വാഷിംഗ് മാത്രം. എല്ലാം മനസ്സിലാവുന്നുണ്ടോ അതിൽ നോക്കിയിട്ട്? വ്യത്യാസമുണ്ടോ? ക്ലിയർ പുള്ളി ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ആയ ആളാണ്. എത്ര വർഷമായി ഇവിടെ? 14 വർഷം. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. 14 കൊല്ലം, ടോട്ടൽ 25. അപ്പം ഞാൻ മുമ്പേ ഇവിടെ തന്നെ കൊണ്ടുവരുന്നത്. ഏത് വണ്ടിയാലും ഇവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ അത്രയ്ക്ക് നല്ല അടിപൊളി സർവീസ്. അലൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ തരത്തില്ല. അവർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് സ്റ്റിയറിംഗ് നമ്മൾ അലൈൻമെൻറ്റ് എന്തെങ്കിലും സീൻ ഉണ്ടെന്ന് പറഞ്ഞ് തരത്തുള്ളൂ വണ്ടി. അപ്പോൾ ഗൈസ് നമ്മളെ ലാൻഡ്സ്കൂട്ടി കിടക്കുന്നതാണോ? ലാൻഡ്സ്കൂട്ടിയെ കാണാൻ തന്നെ നല്ല ചിലല്ലേ. കുറച്ച് പരിപാടികളും ചെയ്ത് വരുമ്പോൾ മെയിനായിട്ട് ഈ വീൽ കപ്പ് നല്ല പഴയ സാധനമാണ്. അത് മാറ്റണം. എന്താ അവസ്ഥ? ഓടിച്ചിട്ട് കുഴപ്പമില്ലല്ലോ ഇപ്പോൾ? ഇപ്പോൾ ചെറിയൊരു ഇതുണ്ട്. ചെറുതല്ലല്ലേ? നല്ല ഔട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് മൂന്നാറൊക്കെ പോയിട്ടേ പിന്നെ ഇതൊന്നും ചെയ്തില്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയി സമയം DMH അല്ലേ? താഴെ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ മുടിയൊക്കെ സെറ്റ് ചെയ്യാം. എല്ലാവരും വളർത്തി ഇതാക്കിയിട്ടേ. പിന്നെ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയുള്ള കാർ വാഷ്, ഡീറ്റെയിലിങ്, മറ്റേ പോളിഷ്, മറ്റേ സെറാമിക് കോട്ടിങ് എത്ര വരുന്നത്? അത് വണ്ടിയുടെ നോക്കിയിട്ട് അവർ പറയുന്നത് കേട്ടോ. ഏതാ ചെയ്യുന്ന ആള് പറയും. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ലീവാ. പുള്ളി ഉണ്ടല്ലേ? അതിനൊരു കക്ഷിയുണ്ട്. അതിന് ഗ്രാഫൈൻ മെട്രിക്സ് വരെ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു സംഭവം ഗ്രാഫൈൻ്റെ അത് അവർക്കേ അറിയത്തുള്ളൂ. നമ്മൾ ഈ നല്ല രീതിയിൽ ചെയ്ത് വെച്ച് അതിൻ്റെ കറക്റ്റ് മെറ്റീരിയൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് വെയിലത്ത് കിടന്നാൽ പോലും സ്ക്രാച്ച് മാറും. അല്ല, ചൂടുവെള്ളം കോരി വെച്ചാൽ സ്ക്രാച്ച് മാറും. ഇത് ഓക്കെയാണേ വണ്ടി ഓക്കെ അല്ലേ? എനിക്കൊന്ന് തട്ടയുടെ ഫ്രണ്ടിലാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ താഴോട്ട് പോയി തിരിച്ചു വരാം. നമ്മളിവിടെ വരാം. ചെയ്തിട്ടേ. അപ്പോൾ ഗൈസ് നമ്മൾ ഹെയറൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇറങ്ങും. പുള്ളി നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഇനി വാഷിങ് പരിപാടിയുണ്ട്, അത് പുള്ളി ചെയ്തോളും. നമ്മൾ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഫുള്ള് ചെരുപ്പ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ DMHലാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ? ഹായ്, അറിയോ? എന്താ പേര്? അലിൻ. ഓക്കെ, നമ്മളിപ്പോൾ DMHലാണ് ഉള്ളത്. അലിൻ ബ്രോയുടെ സ്പെഷ്യൽ ഹെയർ സ്റ്റൈലാണ് ട്രൈ ചെയ്യുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ തളരണ്ടെന്ന് പറഞ്ഞിട്ട് നാരങ്ങ കൊണ്ട് നിനക്കുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചത് ഞാൻ കോട്ടയം സൈഡിൽ കാവാലം എന്ന് പറയും. കാവാലല്ലേ? എന്നോട് നമ്മളെ നാട് അടിപൊളി, കുഴപ്പമില്ല, സൂപ്പർ. ഉണ്ടായിരുന്നു. പിന്നെ വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. ഹെയർ കട്ടായി കഴിഞ്ഞ് ഇങ്ങനത്തെ അവസ്ഥയായി. താങ്ക് യു. അഫ്നെ കണ്ടോ? അഫ്നേൻ്റെ അവസ്ഥ അത് കാണിച്ചേടാ. കൊള്ളടാ, നൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഹെയർ സലൂൺ വരുന്നത്. DMH
പോട്ടെ ബ്രോ. താങ്ക് യു. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ഹെയർ സലൂൺ DMH. ഡു മൈ ഹെയർ. നമ്മളാ മുടിയിട്ട് കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ഒന്നും പഴയ മാന്യൻ ലുക്കായി കഴിഞ്ഞു. മുടിയിട്ട് എന്താണ് അവസ്ഥ? എന്താ അവസ്ഥ? കൊള്ളാല്ലേ? തലയ്ക്കൊരു ഇത് കിട്ടുന്നതാണ്. വിളിക്കുമ്പോൾ അറിയാമല്ലേ. ഉമ്മ വിളിച്ചിരുന്നു. മരുന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഹെയർ കട്ട്. ഉമ്മ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ വിളിച്ചോ? നീ എന്താ പറഞ്ഞു? എടുക്കണ്ട. കുഴപ്പമില്ല, നന്നായി. ഓക്കെ, നന്നായി. ഞാനും പറഞ്ഞിട്ടില്ല കാര്യം. ഉമ്മ കുറേ ദിവസം കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് മുടിവെട്ടെന്ന്. നിങ്ങൾ മുടി വെട്ടിയിട്ടില്ല. ബസ് വരുന്നുണ്ട് കേട്ടോ. കൈയാണ് ബസ് വരുന്നുണ്ട്. ആകെ പണി കിട്ടി. 5 പൈസ കയ്യിലില്ല. ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. ലിഫ്റ്റ് അടിച്ച് പോകേണ്ടി വരും കേട്ടോ മിക്കാറ്. കാരണം നമ്മളവിടെ പുള്ളി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടല്ലേ പോയത്. അപ്പോൾ നമ്മൾ പൈസ ഒന്നുമില്ല. ഇതൊക്കെയാണ് ചെറിയ ചെറിയ പണികൾ കിട്ടുന്നത്. ലിഫ്റ്റ് ഇതൊക്കെ പോകല്ലേ പഴയ പരിപാടി. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ രണ്ടാമതൊന്നുകൂടെ DMH കയറിയിട്ട് വന്നു. അവിടെ ഒന്നും കൂടെ ഒരു 20 രൂപ അയച്ചു കൊടുത്തിട്ട് കിട്ടി. 20 രൂപ അയച്ചപ്പോൾ ഒരു കോയിൻ തന്നേ. അപ്പോഴാണ് ഞാൻ നോക്കിയത്. ഇങ്ങനത്തെ കോയിനൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ. 20 ഒരു കോയിൻ ഉള്ളല്ലോ. KSRTC ബസ് വരുന്നുണ്ട് ഗൈസ്. നമ്മളിവിടെ എത്ര ഡെവലപ്പ് ആയാലും മാറാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടോ, നമ്മളെ ഈ വയൽ, കടക്കൽ വയൽ. ഈ വയൽ ഇങ്ങനെ നിലനിർത്താണ്. അടിപൊളിയാണ്. ഇവിടെ എപ്പോഴും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർത്തി. യെസ് ഗൈസ്, എന്തോ ഭാഗ്യം കേട്ടോ. വണ്ടി നിർത്തി. എന്തോ ഭാഗ്യം കേട്ടോ. വണ്ടി നിർത്തി. LS ആയിരുന്നു. LS എന്തോ ഭാഗ്യത്തിന് നിർത്തിയതാണ് ഗൈസ്. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിലാണ് ഇവരൊക്കെ ബസ്സിൽ കയറുന്നത്. അല്ലെങ്കിൽ ബൈക്ക്, കാറ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇത് നേരെ SR. എല്ലായിടത്തും ഒന്ന് പോസ്റ്റ്. മുടി കിട്ടാൻ പോയിട്ട് അവിടെ 1 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഉറപ്പാണ്. ഒന്നല്ല, 2 മണിക്കൂറില്ല, എന്നാലും അത്ര അടുപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പോസ്റ്റ് അവിടെ. 1 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തുന്നു. ഇവിടെ ബില്ല് പേ ചെയ്തു. ബില്ല് ചെയ്തിട്ട് നമ്മളെ കാർ ബേക്കിലുണ്ട്. ഇപ്പോൾ ഒരു പുറകിലോട്ടൊക്കെ ആക്കി കേട്ടോ. പുറകിലോട്ടൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മളെ കാർ വാഷായി കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മളെ വണ്ടി വാഷിങ് കഴിഞ്ഞു, സെറ്റായി കണ്ടോ. എന്തേ അവസ്ഥ? അകത്തൊക്കെ എന്താണ്? ഇവിടെയൊക്കെ നല്ല ചെളി ഉണ്ടായിരുന്നേ, ഫുള്ള് പോയി. മാറ്റ് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് അവർ ജസ്റ്റ് പേപ്പർ ഇട്ടിട്ടേ ഉള്ളൂ. ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിട്ടുണ്ട്. മാറ്റ് അവർ ഇതിനകത്ത് ഇട്ടേക്കോ. ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാൻസറിൽ എപ്പോഴും നമ്മൾ ഈ സാധനം ഓഫായിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ഒരു സംഭവമുണ്ട്. അതെനിക്കൊന്ന് ഹീറ്റിംഗ് എന്തോ ഇതാവാൻ വേണ്ടിയിട്ടായിരിക്കും. AC ആണ് ഗൈസ് മെയിൻ. AC പോയിട്ടാണുള്ളത്. AC ഇനി സെറ്റ് ചെയ്യണം. നല്ലൊരാളെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്യണം. അതിനാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 പാർട്സ് മേടിക്കാനുണ്ട്. ഒരാൾക്ക് മുടിയിട്ട് 2 മണിക്കൂർ. അപ്പോൾ 4 മണിക്കൂർ അവിടെ പോയി. നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഈ അപ്പോയിൻമെൻറ്റാണ് കൂടുതൽ വരുന്നത്. നമ്മളെല്ലാം കയറിയില്ലേ. അപ്പോൾ നല്ല വിശപ്പ്. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. അഫ്നാനെ പറഞ്ഞിട്ടിട്ട് നേരെ ഷവർമ്മ. ഇവിടെ ഒരു ഷവർമ്മ കട ഉണ്ടല്ലോ, സ്പൈസി സ്റ്റോറീസ്. നല്ല പൈച്ചിട്ട് പായനില്ല വണ്ടി. അപ്പോൾ ഷവർമ്മ കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാം. അവിടെ ഇട്ടേക്കായിരുന്നല്ലോ. അപ്പം നല്ല ഇതുണ്ടായിരുന്നു, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ക്ലീനായി. നല്ല ക്ലീനായി വെക്കാം കണ്ടോ. ഫുള്ള് ക്ലീനായി. നമുക്കിവിടെ ചെറിയ കാർബണും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വരണം. അപ്പോൾ ഇത് കുറച്ചുകൂടി നീറ്റാവും. പിന്നെ ഇത് കുറച്ച് പഴയതുപോലെ തിരിക്കുന്നുണ്ട്. ഇത് നോബൊന്ന് മാറ്റണം. പിന്നെ സ്റ്റീറിംഗ് കവറുണ്ട്. നല്ല അടിപൊളി സ്റ്റീറിംഗ് കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പാഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ എനിക്ക് ഈ വണ്ടിയിൽ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് നാറ്റാണ്. നാറ്റ് നമ്മൾ വളരെ പോയിരിക്കണം. അപ്പം നാറ്റ് എന്തായാലും മേടിക്കണം. അപ്പോൾ ഗൈസ്, അഫ്നാൻ ഇതാ സാധനമായിട്ട് വരുന്നുണ്ട്.
ചെറുക്കൻ വിശന്ന് കിളി വാങ്ങിക്കാണ് കേട്ടോ. നമ്മൾ പാക്കേജ് എത്തി. വിശക്കുന്നുണ്ടോ? ഷവർമ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചിട്ടുണ്ടോ? പ്ലാസ്റ്റിക് ആണോ? ഇവിടെ ചിക്കനൊക്കെ തെറിച്ച്. നമ്മളെ ദുബായിലെ പോലെ മറ്റേ റൊമാലി അല്ല കേട്ടോ. റൊമാലി കുബൂസും അല്ല, ഇത് വേറെ ടൈപ്പ് കുബൂസാണ് നമ്മുടെ നാട്ടിലെ. ഒരെണ്ണം എത്ര? 49 രൂപയ്ക്ക് മിനി ഷവർമ, നല്ല ടേസ്റ്റിൽ. അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോകാം.